ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതാ അവസരം. ഇപ്പൊ ചോദിച്ചേക്കാം. അതിന് പകല് മുഴുവൻ രാജു അച്ഛന്റെ കൂടെ ഇല്ലായിരുന്നോ? ഇല്ല, ഇന്നിവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. ആരോടൊപ്പമായിരുന്നു? ഞാൻ വർമ്മ സാറിന്റെ കൂടെ ആയിരുന്നു. ഇന്ന് പകലോ? അതെ, ഞാൻ സാറിന്റെ ഒപ്പം ഡ്യൂട്ടിയിലായിരുന്നു. രാജു പിന്നെ നാക്കെടുത്ത കള്ളമല്ലേ പറയൂ? കള്ളോ? അതെ, കള്ളം, പച്ച കള്ളം. രാജു ഇന്ന് അച്ഛന്റെ ഒപ്പം ഇല്ലായിരുന്നു. എന്താ മാഡം എന്നെ ഇങ്ങനെ സംശയിക്കുന്ന? ഞാൻ പിന്നെ എവിടെ പോവാനാ? ഞാൻ വർമ്മ സാറിന്റെ ഒപ്പമായിരുന്നു. എന്ത് സംഭവിച്ചാലും കള്ളം മാത്രം പറയരുതെന്നാ അച്ഛൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്ന. ഈശ്വര, ഇതിപ്പോ ഞാൻ കള്ളം പറഞ്ഞു കൂട്ടുവാ. അമ്മയുടെ കൂടെ ആയിരുന്നു എന്നുള്ള സത്യം പറയാനും പറ്റില്ല. രാജു, നീ എന്താ ആലോചിച്ചോണ്ടെന്ന്? ഒന്നുമില്ല സാറേ, ഞാനിങ്ങനെ ചുമ്മാ. എന്താ മോനെ ഒരു ടെൻഷൻ? ചെറിയച്ഛനാണെന്ന കാര്യം തൽക്കാലം മറന്നേക്ക്. ഒരു ഫ്രണ്ട് എന്ന നിലയിൽ പറഞ്ഞോ, എന്താ കാര്യം? ഒന്നുമില്ല സാറേ. എന്നാ നീ അകത്തേക്ക് വാ, നമുക്ക് സംസാരിച്ചിരിക്കാം. സാറ് ചെല്ലേ, ഞാൻ വന്നോളാം. ശരി, വരണേ. എന്താ യാമിനി, പിള്ളേര് തമ്മിലുള്ള പിണക്കം മുറുകയാണോ? തൽക്കാലം അതിനൊന്നും നമ്മൾ വലിയ ബലം കൊടുക്കണ്ട. അത് അവര് തന്നെ തീർത്തോളും. ഇന്ന് രാവിലെ പ്രതാപേട്ടൻ മോളെ നന്നായി ശകാരിച്ചു. എനിക്ക് നല്ല വിഷമം തോന്നി. പക്ഷേ എല്ലാം നല്ല കാര്യങ്ങളാ ഏട്ടൻ പറഞ്ഞ്. രാജു, വാ ഇരിക്ക. അല്ല സാർ, ഇരിക്കടാ അങ്ങോട്ട്. പോട്ടട രാജു, നീ ആ ടെൻഷനൊക്കെ ഒന്ന് മറക്ക്. ദേ, ശാന്ത സ്വരൂപിണിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഈ ചെറിയമ്മയുണ്ടല്ലോ, ആരാണെന്ന് പറഞ്ഞാ നീ ഇരിക്കുന്നത്? പുലി. പട്ടേ എന്നെ വിരട്ടലോട് വിരട്ട. പക്ഷെ ഞാൻ മൈൻഡ് ചെയ്യാറൊന്നുമില്ല. രാജു, പണ്ട് ഈ ശേഖരേട്ടൻ സിഗരറ്റ് കട്ടുകുടിക്കായിരുന്നു. സിഗരറ്റ് കുടിക്കോ? അത് വലിക്കല്ലേ ചെയ്യുന്നത്? അതെ, സിഗരറ്റ് വലിക്കുന്നതിന് ഇവൾ പറയുന്നത് സിഗരറ്റ് കുടിക്കുക എന്ന്. രണ്ട് കീടങ്ങൾ വരുന്നുണ്ട്. അന്തരീക്ഷം ഇപ്പം മലിനമാവും. മരുമകനെ മടിയിലിരുത്തി ലാളിക്കുക, ചെറിയച്ഛനും ചെറിയമ്മയും. എന്നാ പിന്നെ കുറച്ച് ഇങ്കൂടി കൊടുത്ത് ഒരു താരാട്ടും കൂടി പാടരുതോ? നീ വാ. കടലിലെങ്ങാണ്ട് ന്യൂനമർദ്ദം രൂപപ്പെട്ടു എന്ന് കേട്ടു. സുനാമി എങ്ങാനും വീശോ? സുനാമി വന്നിട്ട് പോവും. ചില വൈറസുകളെ സൂക്ഷിക്കേണ്ടത്. വീട്ടിലേക്ക് കയറി വരുമ്പോ നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോഴേ മനസ്സിനൊരു കുളിർമയാ.
സന്തോഷം. ഈ ഇരിക്കുന്നവരൊക്കെ കീരിയും പാമ്പുകളും ആണെന്ന് ഇവനെങ്ങാനും അറിയുന്നുണ്ടോ? അല്ല, പ്രതാപൻ ഇന്ന് വളരെ നേരത്തെ വന്നല്ലോ. ഇന്ന് ഇത്തിരി നേരത്തെ വന്നു. ആ, ഇവരുടെ ഉണ്ടല്ലോ, അതാ നേരത്തെ ഇറങ്ങി. ഇതാ അവസരം. ഇപ്പൊ ചോദിച്ചേക്കാം. അതിനെ പകല് മുഴുവൻ രാജു അച്ഛന്റെ കൂടെ ഇല്ലായിരുന്നോ? ഇല്ല, ഇന്ന് ഇവൻ എന്നോടൊപ്പം ഉണ്ടായിരുന്നല്ലോ. നീ ഇന്ന് എവിടെയായിരുന്നടാ? ഞാൻ സർ മറ്റൊരു കാര്യത്തിന് വേണ്ടി പോയിരുന്നു സാർ. എന്നാ നിങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചിരിക്കുക. ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. എല്ലാ കള്ളത്തരങ്ങളും ഞാൻ പൊളിക്കും. എന്ത് ചെയ്താലും അത് കുരുക്കാവാണല്ലോ ദൈവമേ. പറ മോനെ. ഞാൻ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അത് എനിക്ക് നേരെ തന്നെയുള്ള പാരയായിട്ട് മാറുകയാണമ്മേ. എന്താ മോനെ പ്രശ്നം? ഞാൻ ഇന്ന് അമ്മയെ പകല് കാണാൻ വന്നില്ലേ, ആ കാര്യത്തിൽ പോലും മാഡം എന്നെ സംശയിക്കുക. ഒളിച്ചു നിന്ന് ആരെയോ ഫോൺ ചെയ്യാം. അതാരാണെന്ന് അറിയണമല്ലോ. അകലേ